നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്തി. മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശോധന നടന്നത്. ന്യൂനതകൾ കണ്ടെത്തിയ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകാതെ തിരികെ വിടുന്ന സാഹചര്യവും ഉണ്ടായി. ഇവ പിന്നീട് ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൂവാറ്റുപുഴ RTO ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ യാന്ത്രികക്ഷമതാ പരിശോധന നടത്തി. ഏകദേശം 150ഓളം വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി എത്തിയിരുന്നത്. പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് സുരക്ഷാ സ്റ്റിക്കറും നൽകി. വാഹനങ്ങളുടെ സ്പീഡ് ഗവർണർ, GPS, വൈപ്പറുകൾ, ബ്രേക്കിംഗ് സിസ്റ്റം, ബ്രേക്ക് ലൈറ്റുകൾ, ഇൻഡിക്കേറ്ററുകൾ, ഹെഡ്ലൈറ്റ്, സുരക്ഷാവാതിലുകൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിച്ചത്. പരിശോധനയിൽ പരാജയപ്പെട്ട വാഹനങ്ങൾ വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശോധന നടത്തിയത്. വാഹനങ്ങൾ സുരക്ഷിതമായിട്ട് ഓടിക്കാനും അതുപോലെ കുട്ടികളെ സുരക്ഷിതമായിട്ട് നടക്കാനും സ്കൂളിലോട്ട് കൊണ്ടുവരാനും സുരക്ഷിതമായിട്ട് തിരിച്ച് ഇറക്കി വിടുവാനും ഒക്കെയുള്ള വീടുകളിലോട്ട് എത്തിക്കുവാനൊക്കെയുള്ള രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, അത്തരം കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഇവിടെ വെച്ച് തന്നെ നടത്തുന്നുണ്ട്. അത്തരത്തിൽ ഈ വർഷവും ഒരു അപകടരഹിതമായ രീതിയിൽ ഒരു അധ്യയന വർഷം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. മൂവാറ്റുപുഴ RTO ഓഫീസിന് കീഴിലുള്ള മുഴുവൻ സ്കൂളുകളിലെയും സ്കൂൾ വാഹന ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പ് നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സീനിയർ ഫയർ ഓഫീസർ ഷംസുദ്ദീൻ KA ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ചും CPR നൽകുന്നതിനെക്കുറിച്ചും ക്ലാസ്സിൽ വിവരിച്ചു നൽകി. മോട്ടോർ വാഹന നിയമങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും മൂവാറ്റുപുഴ എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഭരത് ചന്ദ്രൻ ക്ലാസ് എടുത്തു. സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ 40 വാഹനങ്ങളാണ് പരിശോധനാ സ്റ്റിക്കർ കരസ്ഥമാക്കിയത്. 150 വാഹനങ്ങൾ പരിശോധനയ്ക്ക് ഹാജരാക്കിയെങ്കിലും GPS വഴി വിദ്യാവാഹൻ സംവിധാനം പുനഃസ്ഥാപിക്കാത്തതാണ് വാഹനങ്ങളിൽ പ്രധാനമായും സുരക്ഷാ സ്റ്റിക്കർ ലഭിക്കുവാൻ തടസ്സമായത്. മുൻവശത്തെ ഗ്ലാസ് പൊട്ടിയതും ഹാൻഡ് ബ്രേക്ക്, GPS, ലൈറ്റുകൾ തുടങ്ങിയവ പ്രവർത്തിക്കാത്തതുമായ വാഹനങ്ങൾ തകരാറുകൾ പരിഹരിച്ച് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കിഷോർ കുമാർ NS, ജീൻസ് ജോർജ്, സിബിമോൻ ഉണ്ണി, അബ്ബാസ് CA, ദിനേശ് കുമാർ M, സെമിയുള്ള എന്നിവരാണ് വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.